ശരിയാവില്ല. എനിക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഒരു 3 മാസം കൂടി സമയം എന്താ, അതുവരെയെങ്കിലും പിടിച്ചു നിൽക്കുക. മനു, നീ ഇതെന്തായി പറയുന്നേ? ഇതൊരു സാധാരണ പെണ്ണുകാണലല്ല. അച്ഛൻ്റെ കൂടെ വോക്ക് ചെയ്യുന്ന ഏതോ ഒരാളുടെ ഫാമിലിയാണെന്നാ. അച്ഛനാണെങ്കിൽ വേറെ ഒന്നും നോക്കിയില്ല. ഡാ, ഞാൻ ഇറങ്ങി വരാന്ന് പറഞ്ഞില്ലേ? പിന്നെന്താ, നമുക്ക് എവിടേക്കെങ്കിലും പോയി ജീവിക്കാം. അത് വേണ്ട ഗായത്രി. നിന്റെ അച്ഛൻ്റെ അമ്മയുടെ കണ്ണീരും നമ്മുടെ സന്തോഷവും അത് വേണ്ട ഗായത്രി, ശരിയാവില്ല. പിന്നെ നീ എന്ത് ചെയ്യാനാ പോണേ? എന്റെ വീട്ടുകാർ നമ്മുടെ വിവാഹത്തിന് സമ്മതിക്കുന്നാണോ? എന്റെ അച്ഛനെ കുറിച്ച് നിനക്കറിയില്ല. സമ്മതിക്കില്ല. മനു, എനിക്ക് നീയില്ലാതെ പറ്റില്ല കേട്ടോ. നീ എന്താ ഒന്നും മിണ്ടാത്തേ? ഞാനുണ്ടാവും കൂടെ. നിന്നെ അങ്ങനെ വെറുതെ കിട്ടിയതല്ല, എനിക്ക് കഷ്ടപ്പെട്ട് ഒരുപാട് പുറകെ കിടന്ന് കിട്ടിയതാ. ആർക്കും വിട്ടു കൊടുക്കില്ല, ആർക്കും. നാളെ നിന്റെ ബർത്ത്ഡേ ആയിട്ട് എന്താ പരിപാടി? നീ പറ. എന്നെ പിന്നെ ഇപ്പോൾ വേണ്ട, ആലോചിച്ച് പറഞ്ഞാൽ മതി. ഞാൻ വേണേ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. ആ, നന്നായി. അങ്ങ് വന്നാ മതി. ഞാൻ കൊണ്ടാക്കണോ? ആ, കൊള്ളാം. അവിടെ നിലവിളക്കും കൊടുത്ത് നിന്നെ കാത്തിരിപ്പുണ്ടാവും എന്റെ അച്ഛനും അമ്മയും. പോടാ. ആ സാരമില്ലെന്നേ, വാ പോണം. പോടാ. നാളെ കാണാം. ഓക്കെ, ശരി. ബൈ ബൈ. നല്ല ആൻസറിനുള്ള മക്കളുണ്ടായ ഇതുപോലൊക്കെ കാണേണ്ടി വരും. ഇനിയും നീ അവനെ കാണുമെന്നറിയാം. അതുകൊണ്ട് തന്നെ ഇനി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോരുത്, കേട്ടല്ലോ? അതുപോലെ ആ ജോലിയും വേണ്ടെന്ന് വെച്ചേക്ക്. എന്നാ പിന്നെ എന്നെ ഏതെങ്കിലും ജയിലിട്ടാ പോരെ? ഹലോ ഹലോ, എന്താ ഗായത്രി? മനു, നീ എവിടെയാ? നാളത്തെ പാർട്ടി ഒന്നേ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാം. എന്താ ഗായത്രി? ഞാൻ പറയുന്നത് കേക്ക്. നീ തിരിച്ചു വാ. എന്നാ നീ കാര്യം പറ. ഞാൻ പറയുന്നത് കേക്ക് മനു. മനു, വണ്ടി വണ്ടി. ഹലോ ഹലോ, കേക്ക്. ഹലോ. മനു, നീ എന്താടി ഇപ്പോഴും ഇങ്ങനെ? എനിക്കെന്താ കുഴപ്പം?
ഞാനൊക്കെയാ. എന്താ ഓക്കെ? എടി മനു പോയിട്ട് ഇപ്പോൾ 2-2.5 വർഷമായില്ലേ? എടി ചിലതൊക്കെ മറന്നാലല്ലേ നമുക്കൊരു ലൈഫ് ഉള്ളൂ. നീ ഇപ്പോഴും ഇവന്റെ ഈ പ്രൊഫൈലിൽ നോക്കിയിരിക്കുകയാണോ? എടി എന്തിനാടി ഇതൊക്കെ ഇപ്പോഴും ഫോളോ ചെയ്തോണ്ടിരിക്കുന്നേ? ഇന്നത്തെ ദിവസം അറിയോ നിനക്ക്? മനുന്റെ ബർത്ത്ഡേയാ. അവൻ മരിച്ച ദിവസം. സോറി ഗായത്രി, ഞാൻ അറിഞ്ഞില്ല. തനിക്കൊരു കാര്യം അറിയോ? എന്താ? അവനെ കൊന്നതാടോ. ആര്? എന്റെ അച്ഛൻ തന്നെ, അല്ലാതാരും. അവസാനം ഞങ്ങൾ ഇവിടെന്നാ പിരിഞ്ഞത്. ഇതേ ദിവസം, ഇതേ സമയം. എടി ഗായത്രി, എന്താ ഈ പറയുന്നേ? നിനക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ നിനക്ക് ആരോടെങ്കിലും പറയാൻ പാടില്ലായിരുന്നു. ഉറപ്പുണ്ട്, തെളിവില്ലല്ലോ. പാർട്ടിയുടെ കൊമ്പത്തിരിക്കുന്ന നേതാവും സർക്കാർ കോൺട്രാക്ടറുമായ എന്റെ അച്ഛന് ശിക്ഷ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? പിന്നെ എന്താ അതിന്റെ പ്ലാൻ? ഞാൻ വല്ലതും പറഞ്ഞാ പ്രേമരോഗിയായ ഒരു മകളുടെ ഭ്രാന്തായിട്ടേ കാണൂ. എനിക്ക് ഈ സത്യം അറിയാന്നുള്ളതാണ് അയാൾക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ. അതിന് ഞാൻ ജീവിച്ചിരിക്കണം, മരിക്കാതിരിക്കാൻ ഫൈറ്റ് ചെയ്യും ഞാൻ. സോറി, കൊല്ലപ്പെടാതിരിക്കാൻ. പിന്നെ നീ ചോദിച്ചില്ലേ ഈ ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ, ഫോളോവിങ് ഇതൊക്കെ എന്തിനാന്ന്? ചിലപ്പോ അറിഞ്ഞോ അറിയാതെയോ നമ്മളും ഇതൊക്കെ മറക്കും. സ്വന്തം മകളുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ എൻ്റെ അച്ഛൻ മറന്നതുപോലെ. അങ്ങനെ മറക്കാൻ തുടങ്ങുമ്പോ ഇങ്ങനെ ഓർമ്മിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉള്ളത് നല്ലതല്ലേ? ഞാൻ ഇറങ്ങാം.